ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മഴത്തോരും മുൻപേയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാണെന്ന് ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ അലീനേനെ ആട്ടി പുറത്താക്കാൻ വേണ്ടി വൈജയുടെ ഒരു ഡസൻ കണക്കിന് ബന്ധുക്കൾ വരുന്നുണ്ട്. രാജീവനും ശിവേട്ടനും കമലയും പിന്നെ അവരുടെ അമ്മാവൻ്റെ മക്കളും കരയോഗം പ്രസിഡൻറ്റും അങ്ങനെ കുറച്ച് പേരൊക്കെ വരുന്നുണ്ട്. പക്ഷേ അലീനേനെ ആട്ടി പുറത്താക്കാൻ വന്ന അവരേനെ അതായത് വൈജയുടെ ബന്ധുക്കളെ അടിച്ചാട്ടി പുറത്താക്കുന്നത് ബാലചന്ദ്രനായിരിക്കും കേട്ടോ. അവരൊട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളൊരു പെരുമാറ്റമായിരിക്കും ബാലചന്ദ്രൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുക. അലീനേനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നും എൻ്റെ 3 മക്കൾക്കുള്ള അതേ സ്ഥാനം തന്നെ അലീനയ്ക്ക് ഈ വീട്ടിലുണ്ടാവും. അത് ഞാനൊരു വെറും വാക്ക് പറഞ്ഞതല്ല, അല്ലെങ്കിൽ ഒരു വാശിക്ക് ആരോടും പറഞ്ഞതല്ല, അതിൻ്റെ ഉറച്ച തീരുമാനമാണ്. എൻ്റെ സ്വത്തുക്കളിലും അലീനയ്ക്ക് തുല്യ അവകാശങ്ങളുണ്ടായിരിക്കും. ഇനി അലീനയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഒരുത്തനും ഇവിടേക്ക് വരേണ്ട ആവശ്യമില്ല. കൊല്ലപ്പള്ളിയിൽ നിന്ന് ഒരുത്തനും ഈ പടി ചവിട്ടി പോകരുത്. അലീനേനെ ഞാൻ എൻ്റെ മകളായിട്ട് അംഗീകരിച്ചത് എന്തുകൊണ്ടാണെന്നും അതിൻ്റെ കാരണം എന്താണെന്നും ഇത്രയും നാളും എന്നെ ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്തെന്ന് നിങ്ങളോടൊന്നും വിശദീകരിക്കേണ്ട ആവശ്യം എനിക്കില്ല. ഇത് എൻ്റെ വീടാണ്. ഇവിടെ എൻ്റെ തീരുമാനങ്ങളേ നടക്കുള്ളൂ. നിങ്ങളുടെ പെങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എൻ്റെ തീരുമാനങ്ങളുമായി യോജിച്ച് പോയി ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവളെ വിളിച്ച് പോയിക്കോളൂ, നിങ്ങളുടെ വീട്ടിലേക്ക് പോയിക്കോളൂ. അല്ലാതെ എന്ത് വന്നാലും അലീനേനെ ഞാൻ പറഞ്ഞയക്കില്ല. അവൾ ഇവിടെ തന്നെ താമസിക്കും. ബാലചന്ദ്രൻ്റെ മകളായിട്ട് ഇവിടെ തന്നെ താമസിക്കും. അതിൽ ഇനി ഒരു മാറ്റം ഉണ്ടായിരിക്കില്ല. ബാലചന്ദ്രൻ എന്തായാലും തോറ്റു കൊടുക്കാൻ തയ്യാറായിരുന്നില്ല കേട്ടോ. ബാലചന്ദ്രൻ്റെ ഈ പെരുമാറ്റം കണ്ടിട്ട് ശരിക്കും എല്ലാവരും ഞെട്ടിപ്പോവുകയാണ് ചെയ്തത്. ഇത്രയും കാലം ഞങ്ങൾ കണ്ടിരുന്ന ഒരു ബാലചന്ദ്രൻ അല്ല ഇപ്പം ഞങ്ങളോട് സംസാരിക്കുന്നത്. എന്ത് പറ്റി അയാൾക്ക് എന്നുള്ള ചിന്തയാണ് കേട്ടോ ശരിക്കും വരിക എല്ലാവർക്കും. ഇതിൻ്റെ ഇടയിൽ രാജീവൻ്റെ വർത്താനമൊന്നും ബാലചന്ദ്രനെ പിടിക്കാത്തത് കൊണ്ട് തന്നെ രാജീവന് ഒരു അടിയൊക്കെ ബാലചന്ദ്രൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ട്. അങ്ങനെ വന്നവർ അതുപോലെ തന്നെ തിരിച്ചു പോവുകയാണ് ചെയ്തത് കേട്ടോ. ശരിക്കും വൈജയ്ക്ക് ഇൻസൾട്ട് ആവുകയാണ് ചെയ്തത്. എല്ലാവരും വിളിച്ചു വരുത്തിയിട്ട് എല്ലാവരും അപമാനിക്കപ്പെട്ടിട്ടാണ് ബാലചന്ദ്രൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുക കേട്ടോ. പിന്നെ തിരിച്ച് കൊല്ലപ്പള്ളിയിൽ എത്തിയവർക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല കേട്ടോ. എന്താണ് ഇപ്പോൾ ബാലചന്ദ്രൻ ഇങ്ങനെ പെരുമാറുന്നത്? എന്തുകൊണ്ടായിരിക്കും? അലീനയെ പിടിച്ച് അവിടെ ഇങ്ങനെ നിർത്തുന്നത് എന്തിനാണ്? എന്താ അവൾ അയാൾക്ക് ഇത്രമാത്രം പ്രിയപ്പെട്ടതായത്? അവൾ ആരാണ് ശരിക്കും എന്നുള്ള ചിന്തകളായി. പിന്നെ ഇങ്ങനൊരു എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് ഇത്രയും മാത്രം അപമാനിക്കുക, കൊല്ലപ്പള്ളിക്കാരെ ഇത്രയും മാത്രം അപമാനിക്കാൻ മാത്രം നമ്മൾ അയാളോട് എന്താ ചെയ്തത് എന്നുള്ള ചിന്തകളായി ശിവേട്ടൻ്റെ രാജീവിൻ്റെയൊക്കെ മനസ്സിൽ കേട്ടോ. മുത്തശ്ശിയായിട്ട് അവരത് ചർച്ച ചെയ്യുന്നുണ്ട്. മുത്തശ്ശിയും രാജീവനും ശിവേട്ടനൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിലേക്കാണ് നമ്മുടെ ഗംഗാധരൻ്റെ കോൾ വരിക കേട്ടോ. ഗംഗാധരൻ മാത്രം ഇവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. ഗംഗാധരനെ വിളിക്കേണ്ടെന്ന് വൈജയ്ക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. പിന്നെ ഗംഗാധരൻ സ്ഥലത്തില്ലാത്തത് കൊണ്ടും ഇവർ വിളിച്ചിട്ടൊന്നും ഫോണിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഗംഗാധരൻ കാര്യങ്ങളൊന്നും ശരിക്കും അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഇവർ 3 പേരും, കമലയൊന്നുമില്ല, ഇവർ 3 പേരും റൂമിലിരുന്ന് റൂമൊക്കെ അടച്ചിരുന്ന് സംസാരിക്കുകയാണ്. എന്തായിരിക്കും അമ്മേ ഇയാൾക്ക് ഇങ്ങനൊരു മാറ്റം സംഭവിക്കാൻ മാത്രം എന്തുണ്ടായത്? ഇത്രയും കാലം ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. ഇപ്പം അടുത്ത അച്ഛൻ മരിച്ചിട്ടും ഇവളെ കൊണ്ടുവരാൻ വന്നപ്പോഴൊന്നും ഒന്നും ബാലചന്ദ്രന് ഈ പ്രശ്നങ്ങളില്ലല്ലോ എന്നൊക്കെ ശിവേട്ടൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അവനല്ലെങ്കിലും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വൈജ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ തീരാവുന്ന പ്രശ്നങ്ങളെ അപ്പോഴും ഇപ്പോഴും ഉള്ളൂ. പക്ഷെ അവളും അവളുടെ വാശിക്ക് നിൽക്കുകയാണ്. ആ കുട്ടി അവിടെ നിന്ന് കഴിഞ്ഞാൽ ആർക്കും ഒരു പ്രശ്നമില്ല എന്നൊക്കെ മുത്തശ്ശിയും പറയുന്നുണ്ട്. അപ്പോൾ രാജീവൻ പറയുന്നുണ്ട്, വൈജയ്ക്ക് അവളെ ആവശ്യമില്ലെങ്കിൽ ബാലചന്ദ്രൻ എന്തിനാ അവളെ ഇങ്ങനെ പിടിവാദം പിടിച്ചു നിർത്തുന്നത്? ഇപ്പോൾ ഇതാ മകളായിട്ടൊക്കെ പറഞ്ഞിരിക്കുകയല്ലേ. അതൊക്കെ ആവശ്യം എന്താണ്? എല്ലാവരുടെ മുന്നിൽ വെച്ച്, നമ്മുടെ രാമുണ്ണിയമ്മേൻ്റെ മക്കളുടെയൊക്കെ മുന്നിൽ വെച്ച്, ആ കരയോഗം പ്രസിഡൻറ്റിൻ്റെ മുന്നിൽ വെച്ചിട്ടൊക്കെ എൻ്റെ മകളാണ് അവളെന്ന് ഓരോ പ്രസംഗിക്കേണ്ട ആവശ്യമൊന്നും ബാലചന്ദ്രന് ഇല്ലല്ലോ. 3 മക്കളില്ലേ അയാൾക്ക് വേറെ. അവരുടെ അവസ്ഥ എന്താണ് അയാൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവരെങ്ങനെ എന്ത് വിചാരിക്കും എന്നൊന്നും അയാൾ ചിന്തിക്കുന്നില്ലല്ലോ. വൈജയ്ക്ക് അതെങ്ങനെ ഇൻസൾട്ടാവും? നാളെ പുറത്തിറങ്ങി പോകുമ്പോൾ ആൾക്കാർ ചോദിക്കില്ലേ, ഇത്രയും കാലം വേലക്കാരി ആയിട്ടുണ്ടായിരുന്ന പെണ്ണിനെ ഇപ്പോൾ പിടിച്ച് മകളാക്കിയിരിക്കുന്നത്? എന്താ അതിൻ്റെയൊക്കെ അർത്ഥം? തല കുനിച്ച് നിൽക്കേണ്ടി വരില്ലേ അമ്മേ നമ്മളെല്ലാവരുടെ മുന്നിലും? അയാളെന്താ അതൊന്നും ആലോചിക്കാത്തത്? നമ്മളയാളെ ചതിച്ചൂത്രേ, നമ്മളയാളെ വഞ്ചിച്ചൂത്രേ എന്നൊക്കെയാണ് അയാൾ പ്രസംഗിക്കുന്നത്. ഇതിന് മാത്രം നമ്മളെന്താ അയാളോട് ചെയ്തത്? എന്നൊക്കെ ഇങ്ങനെ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗംഗാധരൻ്റെ കോൾ വരിക കേട്ടോ. ശിവേട്ടൻ്റെ ഫോണിലേക്ക് ഗംഗാധരൻ വിളിക്കുക. അപ്പോൾ ശിവേട്ടൻ പറയുന്നത്, ഗംഗാധരേട്ടനാണല്ലോ. ഇത്ര ദിവസം വിളിച്ചിട്ട് ആൾ ഫോൺ എടുത്തിട്ടില്ല. ഇപ്പോഴാണ് വിളിക്കുന്നത് എന്ന് പറയുമ്പോൾ അമ്മ പറയുന്നുണ്ട്, നീ എടുക്ക്, അവൻ പുറത്തല്ലേ ഉണ്ടായിരുന്നത്, എന്താണെന്നറിയാൻ വിളിക്കാവൂന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഗംഗാധരൻ്റെ ഫോൺ എടുത്തു. അപ്പോൾ ശിവേട്ടൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ വൈജ വിളിച്ചിട്ട് ഞങ്ങളിങ്ങോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗംഗേട്ടനെയും കൂടി വിളിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചുകൊണ്ടിരുന്നായിരുന്നത്.
അപ്പോൾ ഗംഗേട്ടൻ പറയുന്നുണ്ട്, "അതിന് മാത്രം പ്രശ്നങ്ങളൊക്കെ ആയോ?" അപ്പോൾ ശിവേട്ടൻ പറയുന്നുണ്ട്, "ഒക്കെ ആയി ഗംഗേട്ടാ. പോയി. ഇപ്പം ഞങ്ങൾ തിരിച്ചു വന്നു. പ്രശ്നങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ബാലചന്ദ്രൻ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. ഇപ്പോൾ ദാ അലീനേനെ മകളായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എല്ലാവരുടെ മുന്നിൽ വെച്ചും പറഞ്ഞു. എന്റെ സ്വന്തം മകളായിട്ട് ഞാൻ അവളെ സ്വന്തം മകളായിട്ടാണ് കാണുന്നത്. എന്റെ 3 മക്കൾക്കുള്ള അതേ അവകാശവും അധികാരവും സ്വാതന്ത്ര്യമൊക്കെ ഈ വീട്ടിൽ അവൾക്കുണ്ടായിരിക്കും. ബാലചന്ദ്രന്റെ സ്വത്തിൽ വരെ അവകാശമുണ്ട്" എന്നൊക്കെ ഞങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവളെ നിർത്തി പറഞ്ഞു. അതൊക്കെ വൈജിക്ക് ആകെ ഇൻസൾട്ട് ആയിരിക്കുകയാണ്. സ്വന്തം മകളായിട്ട് തന്നെയാണ് ബാലചന്ദ്രൻ അലീനേനെ ട്രീറ്റ് ചെയ്യുന്നത്. ഇപ്പം അവളും അങ്ങനെ തന്നെയാണ്. അച്ഛാ എന്നൊക്കെയാണ് ബാലചന്ദ്രനെ വിളിക്കുന്നത്. ഇതൊക്കെ എങ്ങനെ ഏട്ടാ പുറത്തുള്ളവരൊക്കെ അറിഞ്ഞാൽ എന്താ വിചാരിക്കുക? ബാലചന്ദ്രന് അവിഹിതത്തിൽ ഉണ്ടായ കുട്ടിയാന്ന് വരെ നാട്ടുകാർ പറഞ്ഞുണ്ടാക്കില്ലേ എന്നൊക്കെ ശിവേട്ടൻ പറയുന്നുണ്ട് ട്ടോ. അപ്പം ഇങ്ങനെ ഇത്രയൊക്കെ ആയോ കാര്യങ്ങൾ? അങ്ങനെയൊക്കെ ആവണമെങ്കിൽ അവിടെ കാര്യമായിട്ട് എന്തോ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും പോയിട്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ എന്ന് ഗംഗാധര തിരിച്ചു ചോദിക്കുന്നുണ്ട്. അപ്പം ശിവേട്ടൻ പറയുന്നുണ്ട്, അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു വട്ടം രാജീവൻ പോയിട്ട് അലീനേനെ പിടിച്ച് വലിച്ച് പുറത്തിട്ടിട്ടുണ്ടായിരുന്നു. കടന്നു പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ പോയതാണ്. പിറകെ പോയി ബാലചന്ദ്രൻ തിരിച്ച് വിളിച്ചുകൊണ്ട് വന്നതാണ്. അപ്പൊ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തത്? നിങ്ങൾക്കെന്താ തലയ്ക്ക് വിവരമില്ലാതെ ആയോ? വൈജി എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് നിങ്ങളെന്തിനാ ബാലചന്ദ്രന്റെ വീട്ടിൽ പോയിട്ട് അങ്ങനെയൊക്കെ പെരുമാറാൻ നിന്നത്? അതല്ലേ അയാളെ കൂടുതലും ദേഷ്യത്തിലാക്കിയത് എന്നൊക്കെ തിരിച്ച് ഗംഗാധരൻ പറയുമ്പോൾ രാജീവൻ പറയുന്നുണ്ട് ട്ടോ. "ഗംഗേട്ടൻ എന്തൊക്കെയാ ഈ പറയുന്നത്? പിന്നെ അയാള് ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് നമ്മൾ മിണ്ടാണ്ടിരിക്കണോ? വൈജയെ ഓർക്കണ്ടേ നമ്മള്? അവൾക്ക് എത്രമാത്രം വിഷമമുണ്ട്. അവൾക്ക് ആവശ്യമില്ലാത്തൊരു വേലക്കാരിനെ ഇയാളെന്തിനാ വെച്ചോണ്ടിരിക്കുന്നത്?" എന്നൊക്കെ രാജീവൻ തിരിച്ച് ചോദിക്കുന്നുണ്ട് ട്ടോ. നിങ്ങൾ കാര്യങ്ങൾ അറിയാതെ വെറുതെ പ്രശ്നം വഷളാക്കാണ്. നമ്മുടെ ഭാഗത്താണ് തെറ്റ്. അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? ബാലചന്ദ്രന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. നിങ്ങൾ കാര്യങ്ങൾ വഷളാക്കാണ്. ഇപ്പൊ തന്നെ എല്ലാവരെയും കൂട്ടി ഒക്കെ ചെന്നിട്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യം എന്താ നിങ്ങൾക്ക്? വൈജി എന്തെങ്കിലും പറയുന്നു വിചാരിച്ചിട്ട് അവളുടെ താളത്തിന് തുള്ളാൻ നിൽക്കുകയാണോ എന്നൊക്കെ ഗംഗാധരൻ ചോദിക്കുന്നുണ്ട് ട്ടോ. അപ്പോൾ ശിവേട്ടനും രാജീവനൊക്കെ നല്ല ദേഷ്യം വരുന്നുണ്ട് ട്ടോ. ഇയാളെന്താ ഇവരുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്നത്? വൈജയനെക്കുറിച്ച് ആലോചിക്കുന്നില്ലെന്നോ ഇല്ലല്ലോ എന്നൊക്കെ ഇവർ ചിന്തിക്കുന്നുണ്ട് ട്ടോ. അപ്പോൾ എന്നിട്ട് രാജീവൻ ചോദിക്കുന്നുണ്ട് ട്ടോ. "ഇതന്നെയാണ് വൈജ പറഞ്ഞത് ഗംഗേട്ടനെ വിളിക്കണ്ടാന്ന്. ഗംഗേട്ടൻ എന്തിനാ അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്നത്? അവര് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്? പിന്നെ എന്തിനാ നമ്മളിതൊക്കെ കണ്ടിട്ട് കയ്യും കെട്ടി മിണ്ടാതിരിക്കുക? അയാളെന്താച്ചാ ചെയ്തോട്ടെ. അയാൾ വല്ല രാജാപ്പാട്ട് കളിക്കുകയാണ്. ഓരോ തീരുമാനങ്ങൾ എടുക്കുക, അയാളുടെ ഇഷ്ടത്തിന് തീരുമാനിക്കുക. അതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണോ? ആരോടും ചോദിക്കാതെ എവിടെ കിടക്കുന്ന ഒരു വേലക്കാരിനെ സ്വന്തം മകളായിട്ട് കാണുക. അതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണോ? അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ മിണ്ടാണ്ടിരിക്കണം. വൈജ അവിടെ എങ്ങനെയെങ്കിലും നീറി നീറി ജീവിച്ചോട്ടെ എന്ന് വിചാരിക്കുകയാണോ വേണ്ടത്?" എന്നൊക്കെ രാജീവ് ചോദ്യം ചെയ്യുന്നുണ്ട് ട്ടോ. അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, "അതല്ല വേണ്ടത്. പക്ഷെ കാര്യങ്ങൾ അറിയാതെ നിങ്ങളിങ്ങനെ എടുത്ത് ചാടി ഓരോന്ന് ചെയ്യുമ്പോൾ പ്രശ്നം വഷളാവല്ലേ ചെയ്യുന്നത്? നിങ്ങളെന്താ അത് ആലോചിക്കാത്തത്? ബാലചന്ദ്രൻ എന്തിനാ ഇങ്ങനെ പെരുമാറുന്നത്? എന്തുകൊണ്ടാണ് അയാളിങ്ങനെ പെരുമാറുന്നതെന്ന് ചിന്തിക്കുന്നില്ലല്ലോ? എന്നൊന്നും നിങ്ങൾ ചിന്തിക്കുന്നില്ലല്ലോ?" എന്ന് ചോദിക്കുമ്പോൾ ശിവൻ ചോദിക്കുന്നുണ്ട് ട്ടോ. "നിങ്ങൾക്ക് കാര്യങ്ങൾ എന്തെങ്കിലും അറിയോ? നിങ്ങൾ ഒരു വട്ടം ഇവിടെ വന്ന് പോയതല്ലേ. പിന്നെ നിങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ? വിളിച്ചാ ഫോണും എടുക്കില്ല. പിന്നെ ഇപ്പം ഗംഗേട്ടൻ ഇങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾക്ക് ശരിക്കും ഗംഗേട്ടനോട് ഇതൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല" എന്നൊക്കെ ശിവേട്ടൻ എല്ലാവരും ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട് ട്ടോ. അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, "നിങ്ങൾ ദേഷ്യപ്പെടാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ ബാലചന്ദ്രനോട് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മളെങ്ങനെയാണ് വൈജയനെ അയാൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തതെന്ന് എല്ലാവർക്കും നല്ല ബോധ്യമുണ്ടല്ലോ. അതെന്നെങ്കിലും ബാലചന്ദ്രൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ അയാൾ എങ്ങനെ പെരുമാറാമെന്ന് നിങ്ങൾ എന്നെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ?" എന്ന് ചോദിക്കുന്നുണ്ട് ട്ടോ. അപ്പോൾ മുത്തശ്ശിയും ഇവർ 3 പേരും അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് ട്ടോ. അപ്പോൾ നമ്മളതൊക്കെ മറച്ച് വെച്ചിട്ടാണ് ബാലചന്ദ്രന് വൈജയനെ വിവാഹം കഴിച്ചു കൊടുക്കുന്നത്. അപ്പം നമ്മൾ കുറച്ച് താഴ്ന്നു കൊടുത്തേ പറ്റുള്ളൂ. പക്ഷെ അതൊന്നല്ലല്ലോ ഇപ്പോൾ ഇവിടുത്തെ വിഷയം ഗംഗേധരേട്ടാ. അത് കാണിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷെ ഇത് ഇപ്പോൾ എന്താ കാരണം എന്ന് അയാൾ പറയുന്നില്ലല്ലോ എന്നൊക്കെ രാജീവൻ തിരിച്ചു ചോദിക്കുമ്പോൾ അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. അയാൾക്ക് എല്ലാം അറിയാം. അയാളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷമാണ് അയാൾ ഇങ്ങനെ പെരുമാറുന്നതെന്ന് പറയുമ്പോൾ എല്ലാവരും ഞെട്ടുകയാണ് ട്ടോ. എന്താ ഗംഗേട്ടൻ പറഞ്ഞത്? അതെ. വൈജയെക്കുറിച്ചും വിവാഹത്തിന് മുന്നേ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നൊക്കെ അയാൾക്ക് നല്ല ബോധ്യമുണ്ട്. അതൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് ബാലചന്ദ്രൻ ഇങ്ങനെ മാറിയത്. അപ്പം അതെല്ലാവരും അത് ഉൾക്കൊള്ളാൻ ആർക്കും പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ വൈജയുടെ പാസ്റ്റൊക്കെ കഴിഞ്ഞ കാലം അല്ലെങ്കിൽ ആഗ്രയിൽ വെച്ചിട്ട് ഇവൾക്ക് ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നു. കല്യാണത്തിന് മുന്നേ അവളൊരു കുട്ടീനെ പ്രസവിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ ബാലചന്ദ്രൻ മനസ്സിലാക്കിയെന്ന് അറിയുമ്പോൾ ശിവേട്ടനും രാജീവിനും ഒന്നും അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കേട്ടോ മുത്തശ്ശിക്ക്. മുത്തശ്ശി പെട്ടെന്ന് ഞെട്ടി കരയാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഗംഗേട്ടന് നേരത്തെ അറിയായിരുന്നോ എന്നൊക്കെ ഇവർ പിന്നെ സോഫ്റ്റായിട്ട് ചോദിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പം
ഗംഗാധരൻ എല്ലാം പറയുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ബാലചന്ദ്രൻ ഞങ്ങൾ അന്വേഷിച്ച് നീലഗിരിയിൽ എത്തിയിരുന്നു. ഞങ്ങളോടെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് അയാൾ തിരിച്ചു പോയത്. ആ പോകുന്ന അങ്ങനെ തിരിച്ചെത്തിയതിലാണ് അയാൾക്ക് അറ്റാക്ക് വരുന്നതും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നതും പിന്നീട് ഞങ്ങൾ അയാളെ കാണാൻ വന്നപ്പോൾ അയാൾ ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗംഗാധരൻ വിശദമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ അതൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും ഞെട്ടിപ്പോവാണ്. അപ്പോൾ അത്ര നേരം നമ്മൾ ചെയ്തതൊക്കെ അബദ്ധങ്ങളായിരുന്നു, അയാളെ വെറുതെ ട്രിഗർ ചെയ്യേണ്ടായിരുന്നു എന്നൊക്കെ ഇവർക്ക് തോന്നുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, പിന്നെ നമ്മളോട് രാവുണ്ണി അമ്മാവനും അച്ഛനൊക്കെ പറഞ്ഞതിൽ ചെറിയ കള്ളങ്ങളൊക്കെ ഉണ്ട്. നമ്മളോട് പറഞ്ഞത് വൈജയുടെ ആ കുട്ടി മരിച്ചുപോയി എന്നല്ലേ നമ്മൾ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നതും. നമ്മൾ വൈജയനെ അത് പറഞ്ഞിട്ടാണ് വിശ്വസിപ്പിച്ചിരുന്നതും. പക്ഷെ അതിലൊക്കെ ചെറിയ തിരുത്തലുകളുണ്ട്. നമ്മൾ ഒരിക്കലും ആ കുട്ടീനെ അന്വേഷിച്ച് പോകരുതെന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം ആ കുട്ടി മരിച്ചുപോയി എന്ന് അന്ന് നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത്. പക്ഷെ ആ കുട്ടി ശരിക്കും മരിച്ചു പോയിട്ടില്ല. അവൾ ഏതോ ഓർഫനേജിൽ ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ആ കുട്ടിയാണ് അലീന എന്നും എനിക്ക് നല്ല സംശയമുണ്ട്. സംശയം മാത്രമാണ്. ആ കുട്ടിയാണ് അലീന എന്നൊരു സംശയം എനിക്കുണ്ട് എന്നൊക്കെ ഗംഗാധരൻ പറയുന്നുണ്ട് കേട്ടോ. അതും കൂടി കേട്ടപ്പോൾ ശരിക്കും ഇവർ ഷോക്കാവുകയാണ് കേട്ടോ. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അലീന വൈജയുടെ മകളാണ് എന്നുള്ള തിരിച്ചറിവ് കൊണ്ടായിരിക്കാം ബാലചന്ദ്രൻ അലീനയെ മകളായിട്ട് പ്രഖ്യാപിച്ചത്, അല്ലെങ്കിൽ മകളായിട്ട് കാണാൻ തീരുമാനിച്ചതും അതുകൊണ്ടായിരിക്കാം എന്നൊരു സൂചന കൂടി ഗംഗാധരൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി കേട്ടപ്പോൾ മുത്തശ്ശിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ചോര ആണ് നമ്മുടെ ചോരേനെയാണ് നമ്മൾ ഉപദ്രവിക്കാൻ നോക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ രാജീവനും ശിവേട്ടനൊന്നും അത് സഹിക്കുന്നില്ല കേട്ടോ. പിടിച്ചു വലിച്ചിറക്കി വിട്ടതും അവളെ അപമാനിച്ചതും പറയാൻ പറ്റാത്ത രീതിയിൽ അവളെ അപമാനിച്ചതൊക്കെ ഇവർ ഓർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കത് സഹിക്കുന്നില്ല കേട്ടോ. പിന്നീട് ചോദിക്കുന്നുണ്ട്, ഗംഗേട്ട ഇനിയിപ്പോൾ എന്താ നമ്മൾ ചെയ്യുക? ഇതിപ്പോൾ വൈജയോട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ആ നിമിഷം അവൾ തകർന്നു പോകും. സ്വന്തം മകളെയാണ് അവൾ ഇങ്ങനെയൊക്കെ ഉപദ്രവിച്ചിരുന്നത്, ഇങ്ങനെയൊക്കെ ആക്ഷേപിച്ചിരുന്നത് എന്നൊക്കെ അറിയുമ്പോൾ അവൾ ജീവനോടെ ഉണ്ടാവില്ല. പിന്നെ നമ്മൾ അവളോട് ചെയ്തതും ഒരു ക്രൂരതയല്ലേ. നമ്മൾ ആ കുട്ടി മരിച്ചുപോയി എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടല്ലേ ഈ വിവാഹത്തിന് സമ്മതിപ്പിച്ചത് എന്നൊക്കെ ഇവർ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് തന്നെ ഞാൻ പറഞ്ഞത്. അവളോടൊന്ന് ഒതുങ്ങാൻ ഞാൻ പറഞ്ഞിരുന്നതാണ്. പക്ഷെ അവളും അമ്പിനും വില്ലിനും അടുക്കാതിരിക്കുന്നതുകൊണ്ടാണ് പ്രശ്നം വഷളാവുന്നത്. ബാലചന്ദ്രൻ ആരോടും മുന്നിൽ വെച്ചിട്ട് അവളെ അപമാനിക്കാനൊന്നും ശ്രമിക്കില്ല. നിങ്ങളെല്ലാവരും പോയിട്ടും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും അയാൾ വൈജ കാരണമാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതെന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഒരിക്കലും അയാൾ അങ്ങനെയൊന്നും ചെയ്യില്ല. പക്ഷെ വൈജയോടൊന്ന് ഒതുങ്ങാൻ പറയും. അല്ലാതെ ഒരു വഴിയില്ല. നിങ്ങളിനി പ്രശ്നത്തിൽ ഇടപെടാൻ പോകണ്ട. വൈജ എങ്ങനെയെങ്കിലും അത് സോൾവ് ചെയ്തോട്ടെ. ആരും ഇടപെടാനില്ല എന്ന് കാണുമ്പോൾ ചിലപ്പോൾ അവൾ തന്നെ ഒതുങ്ങിക്കോളും. അതല്ലാതെ ഇതിന് വേറെ ഒരു വഴിയില്ല. അല്ലാതെ സത്യങ്ങളെല്ലാം വൈജ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വൈജ ജീവനോടെ ഇരിക്കുമെന്ന് എനിക്കും തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനും ഇതിലങ്ങനെ പ്രശ്നങ്ങൾ വഷളാക്കാണ്ടിരിക്കാൻ ശ്രമിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഗംഗാധരനെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫോണൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ ഇവരും ഇനി ഇതിൽ വലിയ പ്രശ്നത്തിലേക്കൊന്നും പോവണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയാണ് കേട്ടോ. പിന്നെ വൈജയ്ക്ക് ആരുമില്ല എന്നൊക്കെ അറിയുമ്പോൾ വൈജ തന്നെ ഒതുങ്ങുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ പ്രശ്നങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഗംഗാധരൻ വേണ്ട പോലെ ഇടപെട്ട് പ്രശ്നം സോൾവ് ആക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അലീനേനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഗ്രേസമ്മ ആൻറ്റി മാമച്ചനൊക്കെ വരുന്നുണ്ടെങ്കിലും ബാലചന്ദ്രൻ വിടുന്നില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ വരാൻ പോകുന്ന എപ്പിസോഡാണ്. വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ എല്ലാവരും ലൈക്കും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു.